വിദ്യാഭ്യാസ മേഖലയിലും നവകേരളം സൃഷ്ടിക്കുകയാണ് കിഫ്ബി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹൈടെക് സ്കൂളുകൾ. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 2500-ലധികം കോടിയാണ് കിഫ്ബി വകയിരുത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുതിപ്പ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും പൊതുവിദ്യാലയങ്ങളെ ഇന്ന് കാണും വിധം വളർത്തിയെടുക്കാൻ കിഫ്ബി മുഖാന്തരം കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൗതിക സൗകര്യ വികസനത്തിനായി 5 കോടി കിഫി പദ്ധതിയിൽ 141 സ്കൂളുകളും, 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളും, 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകൾക്കും കിഫി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് ഭൗതിക പശ്ചാത്തലവും അനിവാര്യമാണ്. 2500 കോടിയിലധികം വിനിയോഗിച്ചാണ് സ്കൂളുകൾക്കായുള്ള പ്രവർത്തനം. വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫി ധനസഹായം നിർണായകമായ പങ്കുവഹിച്ചു. 5 കോടി, 3 കോടി, 1 കോടി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ ഡയറ്റ് റിവിഷൻ വന്നതിന്റെ ഭാഗമായി രണ്ട് നടപടികൾ പൂർത്തീകരിക്കാത്ത 3 കോടി ധനസഹായം 3.9 കോടിയായും 1 കോടി എന്നത് 1.3 കോടിയായും വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2565 കോടി രൂപയുടെ ഭരണാനുമതി കിഫി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. 5 കോടി കിഫി പദ്ധതി 141 സ്കൂളുകളിൽ 139 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളിൽ 182 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകളിൽ 198 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. ആകെ അനുവദിച്ച 973 സ്കൂളുകളിൽ 519 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 454 സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. തീരദേശ സ്കൂളുകൾക്കും സ്പോർട്സ് സ്കൂളുകൾക്കും കിഫ്ബി കോടികൾ അനുവദിച്ചതോടെ എല്ലാ മേഖലയിലും മികവുറ്റ സൗകര്യത്തിൽ വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു. സ്പോർട്സ് വകുപ്പിലെ 5 സ്കൂൾ കളിസ്ഥലങ്ങളെ വിപുലീകരിക്കുന്നതിനായി 76.38 കോടി രൂപയുടെ പദ്ധതികൾക്ക് കിഫി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി പ്രൈമറി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കി. ഇതുവഴി ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന്റെ ഭാഗമായി നിർഭയമായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ പ്രാപ്യമാക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ പൊതുനിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ ഇതുവഴി സാധിച്ചു. ഹൈടെക് ലാബുകൾ ഉൾപ്പെടെ വന്നതോടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കൈവരിക്കാനും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിച്ചു. 1 മുതൽ 12 വരെ ക്ലാസുകളുള്ള 16,027 സ്കൂൾ വിഭാഗങ്ങളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും 4,752 സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുകയും 11,275 പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഈ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കോവിഡ് കാലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയത്. IT ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ആവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കം നൽകുന്ന സമഗ്ര പോർട്ടൽ ഇപ്പോൾ സമഗ്ര പ്ലസ് എന്ന പേരിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പശ്ചാത്തല വികസന, അക്കാദമിക ഭരണരംഗത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നെടുന്തൂണായി പ്രവർത്തിച്ചത് കിഫി ധനസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കീമുകളായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിന് കൈറ്റ് 682.06 കോടി രൂപ കിഫി മുഖേന ചെലവഴിച്ചിട്ടുണ്ട്. സമഗ്ര പ്ലസ് സമ്പൂർണ്ണ സഹിതം പോർട്ടലുകൾക്ക് പുറമെ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബിയുടെ സഹായത്തോടെ പഠനത്തിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലും മികവുയർത്തി വിദ്യാഭ്യാസ മേഖലയുടെ യശസ്സുയർത്താനും സർക്കാരിന് സാധിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.